മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാലാണ് ഷട്ടറുകൾ തുറക്കുക. നിലവിലെ കണക്കനുസരിച്ച് 135.55 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, അതിശക്തമായ മഴയായിരുന്നു സംസ്ഥാനത്തുടനീളം. പല അണക്കെട്ടുകളും ജലനിരപ്പിന്റെ പരമാവധിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ മുല്ലപ്പെരിയാറിന്റെ നിന്ന് തുറക്കും എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാലാകും ഷട്ടറുകൾ തുറക്കുക. ഇപ്പോഴത്തെ നിലവിൽ എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതിനുള്ള സാഹചര്യമുണ്ടോ ഇന്ന്? മുല്ലപ്പെരിയാറിലെ ജനങ്ങളിൽ ഇപ്പോൾ 135.55 അടിയിൽ തന്നെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 136ലേക്ക് എത്തിയെങ്കിൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് വേണ്ട മുൻഗണന നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. അതായത് നിലവിൽ ഞാൻ നിൽക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ ഏറ്റവും ആദ്യം വെള്ളം എത്തുന്ന ഒരു ചപ്പാത്തിലാണ്. ഈ വള്ളക്കാരോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ഈ ഭാഗത്ത് ഇവിടെയാണ് ഏറ്റവും ആദ്യം ഈ ഒരു മുല്ലപ്പെരിയാർ തുറന്നാൽ വെള്ളം എത്തുക. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 100 പേരോട് മാറി താമസിക്കണം, അല്ലെങ്കിൽ അവരെ മാറ്റി താമസിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം നൽകിയത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെരിയാറ്റിൽ വെള്ളം കുറവാണ്, ഒഴുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാലും വലിയ രീതിയിലൊരു വെള്ളം ഒഴുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ മാറി താമസിക്കാൻ ഇവരെ മാറ്റി പാർപ്പിക്കാൻ ഇവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മാറി താമസിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അതിശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമില്ല. ഈ ഡാമിന്റെ വൃത്തി പ്രദേശത്തും മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ ഒരു കുറവുണ്ടാവാത്തതാണ് ഇത്തരത്തിൽ ഈ ഡാം തുറക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധികമായി എത്തുന്ന ജലം ഒഴുക്കിവിടുക എന്നുള്ളൊരു നിലയിലേക്ക് നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. നിലവിൽ തമിഴ്നാട് ഏറ്റവും അധികം വെള്ളം, അതായത് പരമാവധി വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം സെക്കൻഡിൽ 3867 കനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 2117 കനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. മഴയും നീരൊഴുക്കും കുറഞ്ഞതിനാൽ ഈ ഒരു ഡാം തുറക്കേണ്ടി വരുമോ എന്നുള്ള ഒരു കാര്യം നിലവിൽ ഏതായാലും അത് ഇതിൽ ഇരിക്കുകയാണ്. അതായത് ഈ മഴ കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഈ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിലും ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായാൽ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തമിഴ്നാടിന്റെ വിലയിരുത്തൽ. എന്തായാലും പെരിയാറിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ കടുത്ത ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ആ ജാഗ്രത കൃത്യമായി തന്നെ തുടരണമെന്നും അതുപോലെ തന്നെ ജില്ലയിൽ മറ്റു പ്രദേശങ്ങളിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിലെ മറ്റ് ചെറു ഡാമുകളെല്ലാം തന്നെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടുതലായി വെള്ളം ഒഴുകുന്നുണ്ട്. അതായത് തൊടുപുഴ അതുപോലെ തന്നെ മൂവാറ്റുപുഴ ആറുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യമുള്ളതുകൊണ്ട് ഈ മേഖലകളിലുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം. കൂടാതെ ജില്ലയിലെ മലയോര മേഖലയിലും അതീവ ജാഗ്രത, അതായത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും അതീവ ജാഗ്രത തുടരണം. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടാൽ തന്നെ ഉടൻ തന്നെ ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.